വെളുപ്പാങ്കാലത്ത് തന്നെ കങ്കാണിമാർ ഇറങ്ങും. വെളുപ്പിന് ഇറങ്ങും കങ്കാണിമാർ. ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി കങ്കാണിമാർ ഇറങ്ങിക്കളയും. ഇറങ്ങി അവരുടെ ഈ വിക്ടിമിൻ്റെ വീട്ടിൽ പോകും. മനസ്സിലായില്ല. അതായത് 5 ലക്ഷമോ 10 ലക്ഷമോ കയ്യിലോട്ട് വെച്ച് കൊടുക്കും. എന്നിട്ട് അവരുടെ വാ അടപ്പിക്കും. എന്നിട്ട് അവരെ അങ്ങ് ചേർത്ത് പിടിക്കും. ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ പാർട്ടി ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പുരാണത്തിലുള്ള ധൃതരാഷ്ട്ര ആലിംഗനം പോലെയാണ്. അത് ചേർത്ത് നിർത്തും നമ്മൾ. അതുപോലെ ഞെക്കി വെക്കും. പിന്നെ അത് കഴിയുമ്പോൾ ബിന്ദുവിൻ്റെ കെട്ടിയവൻ പറയുന്ന പോലെ ഹസ്ബൻഡ് പറയുന്ന പോലെ ഇപ്പം നമുക്കൊരു പരാതിയില്ല, കൊച്ചിന് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇളയ കൊച്ചിൻ്റെ ചികിത്സ നടക്കുന്നുണ്ട്, അതുകൊണ്ട് സർക്കാർ ചെയ്യാമെന്ന് പറഞ്ഞെല്ലാം ചെയ്യും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. കളഞ്ഞിട്ട് പിന്നെ എന്താണെന്നുള്ളത് ഏറ്റവും ക്രൂഷ്യൽ അവിടെ പിന്നെ കുറേ കുമാറുമാരുണ്ട് കേരളത്തിൽ. കുറേ കുമാറുമാർ, ഞാൻ പേര് പറയുന്നില്ല, കുമാറുമാർ തന്നെയാണ് അവരുടെ സർനെയിമിലുള്ളത്. ഇവരെല്ലാം ലോഡ് കണക്കിന് ക്യാപ്സൂൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും. പണ്ട് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ സമയത്ത് അങ്ങനെ സംഭവിച്ചില്ലേ, ആൻ്റണിയുടെ സമയത്ത് അങ്ങനെ സംഭവിച്ചില്ലേ, ഇതങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ. ഇന്നലെ ഓൺലൈനിൽ ഞാൻ ഒരു കമൻറ്റ് കണ്ടതാണ്. കൊല്ലത്ത് മിനിസ്റ്റർ ലൈവ് റോഡ് ഷോയിലിരിക്കുന്നു, കുട്ടി മരിച്ചെന്ന് ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ താഴെ വന്നിട്ട് ഒരാൾ എഴുതുകയാണ്, അങ്ങനെ ആരൊക്കെ എത്ര പേര് കൊല്ലത്ത് മരിച്ചു കാണുമെന്ന്. അപ്പോൾ ഇതുപോലത്തെ ക്യാപ്സൂൾ ഇങ്ങനെ ഇറക്കി വിടും. ഇതോടുകൂടി കഥ കഴിയും കേരളത്തിൽ. എന്നിട്ട് നമ്മൾ ഇനി ഫർദർ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ഫർദർ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ വിനു മാത്രം പ്രശ്നം. ഇടവേളയ്ക്ക് ശേഷം